നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 2016-17 വർഷത്തെ ബജറ്റിൽ ജില്ലയ്ക്ക് മുന്തിയ പരിഗണന. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമെന്ന് ബജറ്റ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ 159ാമത് ജന്മദിനം ജൂലൈ 11-ന്. ജന്മദിനം ചരിത്ര സംഭവമാക്കാൻ നെഹ്റു കോളേജ് ചരിത്ര വിഭാഗം. ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പ്രതിഷേധവുമായി BJP ധർണ. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലെ ഉപതിരഞ്ഞെടുപ്പ്. പാളയത്തിൽ പടയുമായി കോൺഗ്രസ്. രാഷ്ട്രീയം മറന്ന് മടിക്കൈ കമ്മാരന് ആദരം. ആദരിക്കുന്നത് കാഞ്ഞങ്ങാട്ടെ പൗരാവലി. രജത ജൂബിലി നിറവിൽ കേശവാനന്ദ ഭാരതി സ്വാമിജീസ് ഹയർ സെക്കൻഡറി. സംഘടിപ്പിക്കുന്നത് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പ്രാവർത്തികമാക്കണമെന്നാവശ്യം. BMSന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച്. വാർത്തകൾ വിശദമായി. ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച 2016-17 വർഷത്തെ ബജറ്റിൽ ജില്ലയ്ക്ക് അർഹമായ പ്രാധാന്യം ലഭിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും കാസർകോട്ടെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കുമെന്നത് ജില്ലയ്ക്ക് ആഹ്ലാദം പകരുന്ന കാര്യമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. തീവ്രമായ ശാരീരിക മാനസിക വെല്ലുവിളി നേരിട്ട് വീട്ടിൽ തന്നെ കഴിയേണ്ടവരും കിടപ്പിലായവരെയും പ്രചരിക്കുന്ന കുടുംബത്തിലൊരാൾക്ക് മാസം 600 രൂപ വീതം ധനസഹായം നൽകാൻ 32 കോടി രൂപ ആശ്വാസകിരണം പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. 21 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പദ്ധതിയിലേക്ക് നൽകണം. അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് സഹായം നൽകുന്ന സ്നേഹപൂർവ്വം പദ്ധതിയിൽ 18 കോടി രൂപ വകയിരുത്തുന്നു. 12 കോടി രൂപ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വിഹിതമായിരിക്കും. ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 10 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. കാസർകോട്ടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടി കൈക്കൊള്ളുമെന്നും ജില്ലയിൽ TS തിരുമുമ്പിന്റെ പേരിൽ നവോത്ഥാന സാംസ്കാരിക സമുച്ചയം പണിയുമെന്നും മഞ്ചേശ്വരം കാസർഗോഡ് തുറമുഖങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും സോളാർ വൈദ്യുത പാർക്കും നീലേശ്വരത്ത് EMS ചെറുകിട മിനി സ്റ്റേഡിയവും മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ആധുനികവൽക്കരണം നടത്തുമെന്നും കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാതയ്ക്ക് 20 കോടി രൂപ നീക്കിവെക്കുമെന്നും ബജറ്റിൽ തോമസ് ഐസക് വിശദീകരിച്ചു. കാസർഗോഡ് ബൈപ്പാസ് നിർമ്മാണത്തിനും വേണ്ട തുക ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് 10 കോടി രൂപ നീക്കിവെച്ചത് ദുരിതബാധിതരെയും അവരുടെ കുടുംബങ്ങളെയും ആഹ്ലാദത്തിലാക്കിയിരിക്കുകയാണ്. രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് പുതിയ ബജറ്റ് പ്രതീക്ഷ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാസർകോട്ടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നതോടെ ഉപ്പുവെള്ളം കുടിക്കുന്നതിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ചേറ്റൂർ ശങ്കരൻ നായരുടെ 159ാമത് ജന്മദിനം ജൂലൈ 11-ന് വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ചരിത്ര സെമിനാറും അനുസ്മരണവും സംഘടിപ്പിക്കും. ജൂലൈ 11-ന് തിങ്കളാഴ്ച രാവിലെ 9:30-ന് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ നടക്കുന്ന അനുസ്മരണ പരിപാടി കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് VP മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്യും. ചേറ്റൂർ ശങ്കരൻ നായർ ഫൗണ്ടേഷന്റെയും നെഹ്റു കോളേജ് ചരിത്ര വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശങ്കരൻ നായരുടെ 159ാം ജന്മദിനമാണ് ജൂലൈ 11. അന്ന് രാവിലെ കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന VP മോഹൻകുമാറാണ് ഈ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷത വഹിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പുഷ്പജയാണ്. അതുപോലെ ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് എഡിറ്റർ ശ്രീ MG രാധാകൃഷ്ണനാണ്. അതിനു പുറമെ കേരള സർവകലാശാലയിലെ PVC ആയിരുന്ന എന്നാൽ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ പ്രഭാഷ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഇന്ത്യൻ അവസ്ഥ എന്ന വിഷയത്തെക്കുറിച്ചുള്ള പേപ്പർ അവതരിപ്പിക്കും. പാർലമെന്ററി ജനാധിപത്യം ഇന്ത്യൻ അവസ്ഥ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ചരിത്ര സെമിനാറിൽ കേരള സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ J പ്രഭാഷ് വിഷയാവതരണം നടത്തും. മുൻ MP ഡോക്ടർ TN സീമ, മുൻ AICC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി K സുരേന്ദ്രൻ എന്നിവർ വിഷയത്തെ ആവിഷ്കരിച്ച് സംസാരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ S രാജശേഖരൻ നായർ, ഡോക്ടർ PT സെബാസ്റ്റ്യൻ, ഡോക്ടർ KS സുരേഷ് കുമാർ, CP രാജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ഒഴിവ് നികത്തണമെന്നാവശ്യം. BJPയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ഒഴിവ് നികത്തുക, ജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങളുയർത്തിയാണ് BJPയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്.
ജില്ലയിൽ പകർച്ചപ്പനിയും ഡെങ്കിപ്പനിയും പടരുന്ന സാഹചര്യത്തിലും ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. പൊതുജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ജില്ലാ ആശുപത്രിയോട് കാട്ടുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നടന്ന ധർണ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. പലതരത്തിലുള്ള മഴക്കാല രോഗങ്ങളും ഇതിനൊപ്പം ഈ ജില്ലയെ പിടിച്ചു കുലക്കുകയാണ്. ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട 2 ആശുപത്രിയാണ്. ഒന്ന് ജില്ലാ ആശുപത്രിയും കാസർഗോഡുള്ള ജനറൽ ആശുപത്രി. അതുകൂടാതെ ചില CHSകളും PHSകളുമുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം ഈ ആശുപത്രികളിലൊക്കെ തന്നെ ഡോക്ടർമാരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ തന്നെ ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ ലഭിക്കാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. E. കൃഷ്ണൻ അധ്യക്ഷനായി. മടിക്കി കമാരൻ, A. വേലായുധൻ, കോവൽ ദാമോദരൻ, SK കുട്ടൻ, കുഞ്ഞിക്കണ്ണൻ ബളാൽ, CK വത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി പാതൂർ കുഞ്ഞാമു ഹാജിയുടെ മകനെ തീരുമാനിച്ചതോടെ ഇവിടെ മത്സരം കടുക്കുമെന്ന് ഉറപ്പായി. എന്നാൽ DCC ജനറൽ സെക്രട്ടറി വിദ്യാസാഗർ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. UDFന്റെ സിറ്റിംഗ് സീറ്റായ ഉദുമ നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. കാരണം ജില്ലാ പഞ്ചായത്ത് ഭരണം മുൻപ് LDFനായിരുന്നത് പിടിച്ചെടുത്താണ് UDF തങ്ങളുടെ ശക്തി അറിയിച്ചത്. ആകെയുള്ള 17 സീറ്റിൽ CPM ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. CPMന് തനിച്ച് 6 സീറ്റുണ്ട്, CPIക്ക് 1. അതേസമയം UDFനാകട്ടെ 8 സീറ്റിൽ 4 കോൺഗ്രസിനും 4 ലീഗിനുമാണ്, 2 സീറ്റ് BJPക്കും. ഇതിൽ കോൺഗ്രസിനിപ്പോൾ പാതൂർ കുഞ്ഞാമുവിന്റെ നിര്യാണത്തോടെ 3 അംഗങ്ങൾ മാത്രമായി. ഉദുമ നിലനിർത്തിയാൽ UDFന് ഭരണം തുടരാൻ സാധിക്കും. LDF സീറ്റ് പിടിച്ചെടുത്താൽ ഭരണം അവർക്കാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉദുമയിൽ മത്സരിച്ച K. സുധാകരന്റെ പരാജയത്തെ തുടർന്ന് ലീഗും കോൺഗ്രസും പരസ്പരം പഴിചാരിയിരുന്നു. ഒടുവിൽ അത് പ്രസ്താവന യുദ്ധമായി മാറുകയും ചെയ്തിരുന്നു. ലീഗും കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അത് മുന്നണിക്ക് തന്നെ ദോഷകരമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ മാത്രം പങ്കെടുത്തതും ലീഗിനെ ക്ഷണിക്കാത്തതും മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. വരും ദിനങ്ങളിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെയും കൂടി പ്രഖ്യാപിക്കുമ്പോഴാണ് ചിത്രം മാറിമറിയുക. അതേസമയം ഷാനവാസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് DCC ജനറൽ സെക്രട്ടറി വിദ്യാസാഗർ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ വിദ്യാസാഗറിന്റെ സ്ഥാനാർത്ഥിത്വം വൻ ചലനങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമാരനെ ആദരിക്കാൻ കക്ഷി രാഷ്ട്രീയം മറന്ന് നാടൊരുങ്ങി. ജൂലൈ 9-ന് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് ചടങ്ങ് നടക്കുന്നത്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമാറിനെ ആദരിക്കാൻ നാടൊരുങ്ങി. കക്ഷി രാഷ്ട്രീയം മറന്നാണ് മടിക്കൈ കമാറിനെ ആദരിക്കാൻ നാടൊരുങ്ങിയത്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് ചടങ്ങ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കേരള റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ മടിക്കൈ കമാറിന് പൊന്നാടി അണിയിക്കും. കേരളത്തിലാകെ വ്യക്തിമുദ്ര പതിപ്പിച്ച മലബാറിലെ അല്ലെങ്കിൽ ഉത്തര കേരളത്തിലെ അപൂർവം നേതാക്കളിൽ ഒരാളായ ശ്രീ മടിക്കൈ കമാരനെ കാഞ്ഞങ്ങാട്ടെ പൗരാവലി അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ ഈ മേഖലയിലെ എല്ലാ ജനവിഭാഗങ്ങളും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാംസ്കാരിക സംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്ന പൗരാവലിയുടെ ഒരാദര ചടങ്ങായിട്ട് ജൂലൈ 10-ാം തീയതി സാദരം സമാദരം എന്ന പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അതിനുള്ള ആഘോഷ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നുള്ള നിലയ്ക്കാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ കമാറിനെ പവിത്രമോതിരം അണിയിക്കും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ മംഗളപത്രം സമർപ്പിക്കും. 78 വയസ്സ് തികഞ്ഞ മടിക്കൈ കമാറിന് കല്യാണം, കുരുക്ഷേത്ര 78 പുസ്തകങ്ങൾ സമർപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് CK ശ്രീധരൻ, ജനറൽ കൺവീനർ AV രാമകൃഷ്ണൻ, കൺവീനർ T. മുഹമ്മദ് അസ്ലം, P. ദാമോദര പണിക്കർ, SK കുട്ടൻ, കോവൽ ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഹിസ് ഹോളിനസ് ശ്രീ കേശവാനന്ദ ഭാരതി സ്വാമിജീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം ഈ വർഷം രജത ജൂബിലി വർഷമായി ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന രജത ജൂബിലി ഉദ്ഘാടനം റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ അറിയിച്ചു. ജൂലൈ 10 ഞായറാഴ്ച രാവിലെ 10:30 ശ്രീ കേശവാനന്ദ ഭാരതി സ്വാമിജിയുടെ മഹനീയ സാന്നിധ്യത്തിലാണ് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. ചടങ്ങിൽ MLA-മാരായ NA നെല്ലിക്കുന്ന്, K കുഞ്ഞിരാമൻ, PB അബ്ദുൾ റസാഖ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയിൽ നല്ല പുറത്തും വലിയ വലിയ തസ്തികകളിൽ പ്രവർത്തിക്കാനും ഉള്ള അവസരം സിദ്ധിച്ചത് അടുത്ത ട്രെയിനിങ്ങാണ്. അങ്ങനെയുള്ള ഒരു സ്കൂളിൻ്റെ സിൽവർ ജൂബിലി 16-17 വർഷത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൾഡ് സ്റ്റുഡൻസ് എല്ലാം വളരെ പ്രശസ്തരാണ്. അവരെല്ലാം കൂടി വലിയ പ്രോജക്റ്റെല്ലാം ഉണ്ടാക്കിയിട്ട് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് 10 നടക്കുന്നത്. രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കലാ സാംസ്കാരിക പരിപാടികൾ, സെമിനാറുകൾ, എക്സിബിഷൻ, കവിയരങ്ങുകൾ, ലഹരിമുക്ത ക്യാമ്പുകൾ, രക്തദാനം, മെഡിക്കൽ ക്യാമ്പുകൾ, ഭക്ഷ്യമേളകൾ, ചലച്ചിത്ര പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ബാലകൃഷ്ണ വോർക്കുള്ളു, ജയറാം മഞ്ചത്തായ, AN നാരായണൻ, അബൂബക്കർ ഹാജി, സൂര്യനാരായണ ഭട്ട് എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ തൊഴിലാളി സംഘടനകൾക്ക് രേഖാമൂലം നൽകിയ ഉറപ്പ് നടപ്പിലാക്കാൻ അടിയന്തരമായി തയ്യാറാവണമെന്ന ആവശ്യം BMSന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടന്നു. തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന പിൻവലിക്കുക, തൊഴിൽ പരിഷ്കരണ നടപടികൾ തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചിച്ച് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് BMSന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കുന്നുമലിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആവശ്യങ്ങളെ സംബന്ധിച്ച് അധ്യക്ഷനും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. രാജ്യത്തെ അധ്വാനിക്കുന്ന എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് BMS ഉൾപ്പെടെയുള്ള കേന്ദ്ര തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സർക്കാരിന്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ അധ്യക്ഷനായി. K ശ്രീനിവാസൻ, T കൃഷ്ണൻ, VB സത്യനാഥൻ, P ഗോപാലൻ നായർ, A കേശവ, K നാരായണൻ, A വിശ്വനാഥൻ, ഐത്തപ്പ, ഓമന, പ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്തവരെ പിന്തുടർന്ന് പിടികൂടിയതിലൂടെ നാട്ടിലെ താരങ്ങളായിരിക്കുകയാണ് ഈയക്കാട്ടെ 4 പേർ. കഴിഞ്ഞ ദിവസം ഈയക്കാട്ടെ രോഹിണിയുടെ മാല പൊട്ടിച്ച 2 പേരെയാണ് ഇവർ സാഹസികമായി പിടികൂടിയത്. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണ് ചൊല്ല്. അങ്ങനെ 9 സ്ഥലങ്ങളിൽ നിന്ന് മാല പൊട്ടിച്ചു കടന്നു കളഞ്ഞ 2 കള്ളന്മാരാണ് കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂരിൽ നിന്നും പിടിയിലായത്. ചെറുവത്തൂർ വെങ്ങാട്ട് സ്വദേശികളായ സജിത്തും ബിജുവും. പക്ഷേ പലതവണ കടന്നു കളഞ്ഞ ഇവരെ പിടികൂടാൻ ഒടുവിൽ ഈയക്കാട്ടെ 4 പേർ വേണ്ടി വന്നു. PV കുഞ്ഞികൃഷ്ണൻ, മല്ലക്കര രവീന്ദ്രൻ, ശ്രീധരൻ P, VM രാജൻ എന്നിവരാണ് 9 മാലമോഷണ കേസുകളിൽ തുമ്പുണ്ടാക്കാൻ പോലീസിനെ സഹായിച്ചത്. ഈയക്കാട്ടെ കടയിലിരിക്കുമ്പോഴാണ് രോഹിണിയുടെ കരച്ചിൽ ഇവർ കേൾക്കുന്നത്. ഓടിയെത്തിയപ്പോൾ കഴുത്തിലെ മാല ബൈക്കിലെത്തിയവർ പറിച്ചെടുത്തതായി രോഹിണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നേരത്തെ കടന്നുപോയ അപരിചിതരായ 2 പേരുടെ വേഷം ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ലക്ഷ്യവുമായി ബൈക്കിലൂടെ കുതിച്ച ഇവർക്ക് മുന്നിൽ നടക്കാവിലെത്തിയപ്പോൾ മോഷ്ടാക്കൾ വന്നുവിട്ടു. അമിത വേഗതയിൽ കുതിച്ച മോഷ്ടാക്കളെ ജീവൻ പണയപ്പെടുത്തി പിന്തുടർന്നാണ് ഇവർ പിടികൂടിയത്. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ സ്വർണ്ണമാല തിരികെ തന്ന 4 പേരെയും കാണാൻ രോഹിണി എത്തി. അവർക്കുള്ള നന്ദിയും അറിയിച്ചു. ഞാൻ തങ്കയത്തിലേക്ക് പോയിന്ന് ദാമോദരേട്ടൻ്റെ പീടിയിലേക്ക്. അപ്പോൾ അന്ന് ഇവർ ഇങ്ങനെ വന്നിട്ട് മൂളിപ്പാട്ടും കൊണ്ട് വള്ളിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. അന്നേരമാണ് ഇത് ഇങ്ങനെ വലിച്ച് പൊട്ടിച്ചത്. അപ്പോൾ ഞാൻ ബഹളം വെച്ചുകൊണ്ട് ഇവർ 4 ആളും കൂടെ ഓടി വന്നു. ഇവർ 4 ആളും കൂടെ ബൈക്കെടുത്ത് പോയത് കൊണ്ടാണ് എനിക്ക് ആ മാല കിട്ടിയത്. തങ്ങളിലൂടെ 9 കേസുകൾക്ക് കൂടി തുമ്പുണ്ടാക്കാനായതിന്റെ സന്തോഷത്തിലാണ് കുഞ്ഞികൃഷ്ണൻ, മല്ലക്കര രവീന്ദ്രൻ, ശ്രീധരൻ, രാജൻ എന്നിവർ.
സാഹസികമായി മോഷ്ടാക്കളെ പിടികൂടിയതറിഞ്ഞ് നിരവധി പേരാണ് ഇവരെ അഭിനന്ദിക്കാൻ എത്തിയത്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിലെ പ്രതികളിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ചത്തൂർ പദവ് സ്വദേശിയായ റിയാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം തുമിനാട് ജംഗ്ഷനിൽ വെച്ച് ഒരു സംഘം ആളുകൾ ചേർന്ന് ഡ്രൈവറായ കുഞ്ചത്തൂർ പദവിലെ മുഹമ്മദ് നവാസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം സംസാരിച്ചു നിൽക്കെയാണ് കാറിലെത്തിയ സംഘം നവാസിനെ വെട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ നവാസ് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൂടെയുണ്ടായിരുന്നവർ ആക്രമണം നടക്കുന്നതിനിടെ ഓടി രക്ഷപ്പെട്ടിരുന്നു. ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് നവാസിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കുഞ്ചത്തൂർ മിയ പദവിലെ മുഹമ്മദിന്റെ മകൻ റിയാസിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സഹോദരൻ അൻസാർ, ചെറിയച്ചൻ അബ്ദുള്ള, സിദ്ദിഖ് എന്നിവരുടെ പേരിലും കേസെടുത്തിട്ടുണ്ട്. ഇവരെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. മഞ്ചേശ്വരം സ്റ്റേഷൻ പരിധിയിൽ രാത്രികാല പരിശോധനയ്ക്കിടെ പോലീസുകാരനായ സുനിലിനെ വെട്ടിയ കേസിലെ മുഖ്യപ്രതിയാണ് സിദ്ദിഖ്. മഞ്ചേശ്വരം ഉദ്യാവാരയിൽ യുവാവിന് മർദ്ദനമേറ്റു. ഉദ്യാവാര BS നഗറിലെ ബഷീറിനാണ് മർദ്ദനമേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിസ്കാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ബഷീർ. ഉദ്യാവാര ദേശീയപാതയിൽ കാത്തുനിന്ന 3 അംഗ സംഘത്തിന്റെ ആക്രമണത്തിലാണ് ബഷീറിന് പരിക്കേറ്റത്. പരിക്കേറ്റ ബഷീറിനെ ആദ്യം കുമ്പള CHCയിൽ എത്തിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മഞ്ചേശ്വരത്തെ കഞ്ചാവ് മാഫിയാണ് ആക്രമിച്ചതെന്ന് ബഷീർ KCN ന്യൂസിനോട് പറഞ്ഞു. പള്ളി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ മൂന്നാളും ബൈക്കിൽ വന്നിട്ട് റോഡ് ജീപ്പ് കൊണ്ടുവന്ന അറ്റാക്കാക്കി. അവർ ഗാഞ്ചൻ്റെ ആൾക്കാർ. അപ്പം നമ്മൾ ഗാഞ്ച ഇതാക്കുന്നതിനെ അവിടെ ഷെയറാക്കുന്നതിനെ വെച്ച് കുറച്ച് എതിർത്തിരുന്നു. അപ്പോൾ അതിൻ്റെ വൈരാഗ്യത്തിൽ നിന്ന് വന്നിട്ട് ജുമ്മ കഴിഞ്ഞിട്ട് വരുമ്പോൾ റോഡ് ജീപ്പ് കൊണ്ട് 3-4 പേര് കണ്ടറിയുന്നവർ 4-5 പേര് കൂടിയിട്ട് അതിനെ. മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവ് മാഫിയകൾ വിലസുന്ന കാര്യം നാട്ടുകാർ ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് അഭിപ്രായം. നാടിനും ജനങ്ങൾക്കും ഭീഷണിയാവുന്ന ഇത്തരക്കാരെ അമർച്ച ചെയ്താൽ മാത്രമേ നാട്ടിൽ സ്വൈര്യജീവിതം കൈവരികയുള്ളൂ. ദേശീയപാതയിൽ കേളോത്ത് മിൽമ വാഹനവും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചു. അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. 2400 ലിറ്റർ പാൽ നശിച്ചു. കേളോത്ത് ദേശീയപാതയിൽ മിൽമയുടെ പാലുമായി പോകുകയായിരുന്ന വാഹനവും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ഇടിയുടെ ആഘാതത്തിൽ പാൽവണ്ടി പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ചരക്ക് ലോറി ഡ്രൈവർ തമിഴ്നാട് സേലം സ്വദേശി ജയറാം, മിൽമ വാഹനത്തിലെ ഡ്രൈവർ മാക്കരങ്കോട്ട് സ്വദേശികളായ വിനീഷ്, അഭിജിത്ത് എന്നിവർക്ക് പരിക്കേറ്റു. തലക്ക് സാരമായി പരിക്കേറ്റ ജയറാമിനെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. മാവുങ്കാലിലെ മിൽമ ഡയറിയിൽ നിന്ന് പാൽ കയറ്റി പോവുകയായിരുന്ന വാഹനവും മംഗലാപുരത്തു നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽപ്പെട്ട ചരക്ക് ലോറി ഡ്രൈവർ ജയറാം വാഹനത്തിൽ നിന്നും തെറിച്ചു വീഴുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ചരക്ക് ലോറി 100 മീറ്ററോളം ദൂരം ഡ്രൈവറില്ലാതെയാണ് ഓടിയത്. തുടർന്ന് മൺതിട്ടയിലിടിച്ച് നിൽക്കുകയായിരുന്നു. മിൽമ വാഹനത്തിൽ സൂക്ഷിച്ച 2400 ലിറ്റർ പാൽ റോഡിൽ പൊട്ടിയൊഴുകുകയുണ്ടായി. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം. അപകട സമയത്ത് റോഡിൽ മറ്റു വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമൊഴിവായതായി നാട്ടുകാർ പറയുന്നു. 100 മീറ്ററോളം ദൂരം ചരക്ക് ലോറി ഡ്രൈവറില്ലാതെ ഓടുമ്പോൾ എതിർഭാഗത്തു നിന്ന് മറ്റു വാഹനങ്ങളെത്താത്തതിൽ ആശ്വാസം കൊള്ളുകയാണ് നാട്ടുകാർ. അമ്പലത്തറ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. പിലിക്കോട്ടെ വിദ്യാലയങ്ങളിൽ തിരഞ്ഞെടുപ്പിന്റെ ആരവമുയരുന്നു. ഇവിടുത്തെ LP UP വിദ്യാർത്ഥികൾ ഇത്തവണ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. പിലിക്കോട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയാണ് പൊതു തിരഞ്ഞെടുപ്പ് മാതൃകയിൽ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കുന്നത്. ഈ വരുന്ന ശനിയാഴ്ച പിലിക്കോട് പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരും. അതോടെ പിലിക്കോട് പഞ്ചായത്തിലെ LP UP വിദ്യാലയങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ആരവമുയരും. ആവേശം വിതറുന്ന പ്രചരണത്തിനൊടുവിൽ ബാലറ്റിലെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി കുട്ടികൾ തങ്ങളുടെ ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പിലിക്കോട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതിയാണ് എല്ലാ വിദ്യാലയങ്ങളിലും ഒരേ ദിവസം ഒരേ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പൊതുതിരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും ഈ തെരഞ്ഞെടുപ്പിനുമുണ്ട്. ഈ മാസം 11 വൈകുന്നേരം 4 മണി വരെ പത്രിക സമർപ്പിക്കാം. 12 സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ വൈകുന്നേരം 5 മണി വരെ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. 14 പ്രചരണത്തിന് കൊട്ടിക്കലാശമാകും. 15 വിധിയെഴുത്ത്. വോട്ടെടുപ്പിനായി ഓരോ വിദ്യാലയത്തിലേക്കും ആവശ്യമായ ബാലറ്റ് പേപ്പറുകൾ പഞ്ചായത്ത് എത്തിച്ചു നൽകും. 18 സത്യപ്രതിജ്ഞ, നയപ്രഖ്യാപനം, പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് എന്നിവയും നടക്കും. നിറഞ്ഞ ആവേശത്തോടെയാണ് കുട്ടികൾ തെരഞ്ഞെടുപ്പ് ദിനത്തിനായി കാത്തിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുന്നതിന്റെ ഭാഗമായി പിലിക്കോട് പഞ്ചായത്ത് ഈ വർഷം നടപ്പിലാക്കുന്ന 7 പദ്ധതികളിൽ ഒന്നാണ് വിദ്യാലയ പാർലമെന്റ് തിരഞ്ഞെടുപ്പ്. ലയൺസ് ക്ലബ്ബ് ഓഫ് ആനന്ദാശ്രമത്തിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. കുന്നുമ്മൽ IMA ഹാളിലാണ് ചടങ്ങ് നടന്നത്. ലയൺസ് ക്ലബ്ബ് ഓഫ് ആനന്ദാശ്രമത്തിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു.
കാഞ്ഞങ്ങാട് IMA ഹാളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ഗണേഷ് കണിയറക്കാൽ മുഖ്യാതിഥിയായി. നിങ്ങളുടെ പ്രാദേശിക ലെവലിൽ വനിത ഏതെങ്കിലും ഒരു വനിതക്കെങ്കിലും ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള സഹായം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഓട്ടോറിക്ഷ നൽകാനായി വെറും 25,000 രൂപ മാത്രമേ ക്ലബ്ബ് വഹിക്കേണ്ടതുള്ളൂ. ഈ വനിതക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ട്രിക്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ചടങ്ങിൽ ലയൺ തങ്കരാജ് മാണിക്കൂത്ത് അധ്യക്ഷനായി. സെക്രട്ടറി ലയൺ വേണുഗോപാൽ വാര്യർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി ലയൺ സത്യൻ പ്രസിഡന്റായും ലയൺ PV സുനിൽകുമാർ സെക്രട്ടറിയായും ലയൺ ബാലകൃഷ്ണൻ നായർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ചടങ്ങിൽ ലയൺ സത്യൻ, ലയൺ KV സതീശൻ, ലയൺ പ്രശാന്തന്നാർ, ലയൺ K മോഹനൻ, ലയൺ ശശിധരൻ നമ്പ്യാർ, ലയണസ് ഷീബ സതീശൻ, ലയൺ CV സുനിൽകുമാർ, ലയൺ തങ്കരാജ് നമ്പ്യാർ, ലയൺസ് വിജുല ജഗദീശൻ എന്നിവർ സംസാരിച്ചു. വ്യാജ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചറിയാവുന്ന യന്ത്രസാമഗ്രികൾ വേദ ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത കാര്യം അധികൃതർ മറച്ചുവെക്കുകയാണെന്ന് വേദ ഗ്രൂപ്പ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സൗജന്യ പരിശീലനം നൽകും. നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത വിധം വിദഗ്ധമായി തയ്യാറാക്കുന്ന വ്യാജ സ്വർണ്ണാഭരണങ്ങൾ സ്വർണത്തിന്റെ മാറ്റ് തിട്ടപ്പെടുത്തുന്ന അപ്രൈസർമാരെ പോലും ചതിയിൽപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നതെന്നും പ്രസ്തുത ആഭരണങ്ങളിൽ വ്യാജ BIS മുദ്ര കൂടിയുള്ളത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും വേദ ഗ്രൂപ്പ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കമേഴ്ഷ്യൽ സ്വർണം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഇങ്ങനെയാണ് അതിൻ്റെ സീക്വൻസ്. അപ്പോൾ കേരളത്തിലേക്ക് അത് കടന്നു വരിക എന്ന് പറയുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രവണതയാണ്. അത് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർണ്ണ ആഭരണ കടകളിൽ പല മെഷീനുകൾ ഉണ്ടെങ്കിലും അവരത് തിരിച്ചറിയുന്നില്ല. അങ്ങനെയാണ് വലിയ വലിയ ബ്രാൻഡഡ് കമ്പനികളും പെടുന്നത്. അപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വ്യാജ സ്വർണം കടന്നു ചെല്ലാനുള്ള അവർ അറിയുന്നില്ല. സ്വർണ്ണാഭരണ കടകൾ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളപ്പോൾ സാധാരണ ജനങ്ങൾക്ക് തീരെ പറ്റില്ല. അങ്ങനെയാണ് ഈ സഹകരണ സ്ഥാപനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളുടെ കയ്യിലൂടെ ഈ സാധനം എത്തുന്നത്. സഹകരണ സ്ഥാപനം, പ്രൈവറ്റ് ബാങ്കുകൾ അപ്പോൾ വളരെയധികം ഹൈ റിസ്ക് വൾണറബിലിറ്റി കാറ്റഗറിയിൽ വന്നിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ വേദ ഗ്രൂപ്പ് CEO P വാസുദേവ്, N ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2016-17 വർഷത്തെ ബജറ്റിൽ ജില്ലയ്ക്ക് മുന്തിയ പരിഗണന. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമെന്ന് ബജറ്റ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ 159ാമത് ജന്മദിനം ജൂലൈ 11. ജന്മദിനം ചരിത്ര സംഭവമാക്കാൻ നെഹ്റു കോളേജ് ചരിത്ര വിഭാഗം. ജില്ലാ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. പ്രതിഷേധവുമായി BJP ധർണ. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിലെ ഉപതിരഞ്ഞെടുപ്പ്. പാളയത്തിൽ പടയുമായി കോൺഗ്രസ്. രാഷ്ട്രീയം മറന്ന് മടിക്കൈ കമ്മാരന് ആദരം. ആദരിക്കുന്നത് കാഞ്ഞങ്ങാട്ടെ പൗരാവലി. രജത ജൂബിലി നിറവിൽ കേശവാനന്ദ ഭാരതി സ്വാമിജീസ് ഹയർ സെക്കൻഡറി. സംഘടിപ്പിക്കുന്നത് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പ്രാവർത്തികമാക്കണമെന്നാവശ്യം. BMSന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.